friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, മിൽക്ക് ബർഫി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബർഫി കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ബർഫി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒഴിക്കുവാണ്. പാൻ ചൂടാകുമ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ഞാനിപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ നെയ്യ് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത് കുറച്ച് പാൽ പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി എടുത്തത്. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കട്ടയാവാൻ പാടില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ബാക്കി വന്നതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇത് വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തെ കട്ടയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ്. ഇതൊരു 1/2 കപ്പ് ഉണ്ട്. ഞാനിത് ഫുൾ ഇടുന്നില്ല, കുറച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. കാരണം പൊടിച്ച് വെച്ച പഞ്ചസാരയിട്ട് ഇതൊന്നും കൂടെ എളുപ്പത്തിൽ ഇതിനകത്തോട്ട് മിക്സ് ആയിട്ട് കിട്ടും. അതിനാണ് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ടത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഇളക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് അല്ലാത്തയാണെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് ആക്കി കൊടുത്താൽ കട്ട ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോഴും ഫ്ലെയിം ലോ തന്നെയാണ്. ഇതിപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇത്രയും കട്ടയായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഇളക്കാനുണ്ട്. ഇതൊരു എന്താ പറയുക, ഇതൊരു മൊത്തത്തിലൊരു കട്ടയായിട്ട് ഇങ്ങനെ വരും നമുക്ക്. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ 1/4 കപ്പ് ഷുഗറേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മധുരം നോക്കിയപ്പം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ 1/4 കപ്പേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കുവാണ്. എന്നിട്ട് നമുക്കിത് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതൊരു നല്ല കട്ട പോലെ എല്ലാം കൂടെ ഒന്നായിട്ടുണ്ട്. അതിനകത്തെ പാലൊക്കെ ഇതിനകത്തോട്ട് തന്നെ മിക്സായി. ഇപ്പോൾ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു നെയ്യ് പരട്ടി, ഞാൻ ഇതിന് ഉള്ളിൽ നെയ്യ് പരട്ടിയിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിലോട്ട് ഞാനിത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഇടാം. അപ്പം ഞാനിത് പിസ്തയൊക്കെ ഇട്ടിട്ട് ഇത് ഗാർണിഷിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ചൂടാണ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ മിൽക്ക് ബർഫി ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. എല്ലാവർക്കും എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്